കർത്താവിൽ പ്രിയരെ, ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് നോയമ്പ്. നോയമ്പ് കാലം പരിശോധനയുടെ നാളുകളാണ്. അവിടുന്ന് നിന്നെ തൂക്കി നോക്കുമ്പോൾ നീ കുറവുള്ളവനായി കാണാതിരിക്കുവാൻ വേണ്ടി ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണത്തിലുള്ള സമയമായി നോയമ്പിനെ വേർതിരിച്ചിരിക്കുന്നു. സുറിയാനി ഭാഷയിൽ സൗമോ എന്ന വാക്കാണ് നോയമ്പിനും ഉപവാസത്തിനുമായി ഉപയോഗിക്കുന്നത്. നോയമ്പെന്ന വാക്ക് പഴയ മലയാളത്തിലെ നോയ്, അൻപ് എന്നീ രണ്ട് പദങ്ങൾ ലോപിച്ചുണ്ടായതാണ്. നോയ് എന്നാൽ സഹനം അഥവാ വേദന. ഈ പദത്തോട് ദയ, കരുണ, ആർദ്രത എന്നീ അർത്ഥമുള്ള അൻപ് എന്ന പദം കൂടി ചേരുമ്പോൾ നോയമ്പായി. അതായത് കർത്താവിൻ്റെ കരുണ യാചിച്ചുകൊണ്ടുള്ള സഹനമാണ് നോയമ്പ്. ഉപവാസം എന്നാൽ ഒരുമിച്ച് വസിക്കുക, ഒരുമിച്ച്, വാസം വസിക്കുക അഥവാ ജീവിക്കുക എന്നർത്ഥം. യെശയ്യാപ്രവചനം പറയുന്നു, നോമ്പ് നോക്കുന്നവൻ സദാനേരവും സ്വർഗത്തിലാകുന്നു. നോയമ്പ് നോക്കുന്നവൻ സദാനേരവും സ്വർഗത്തിലാകുന്നു എന്ന ബോധ്യത്തോട് വിശുദ്ധ നോയമ്പിൽ ആയിരിക്കുവാൻ കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.